ആനയെ കൺമുന്നിൽ കണ്ട ഭീതി വിട്ടുമാറാതെ ആൽബിൻ സാജു. സൗത്ത് കത്തിപ്പാറ പെരുന്നിലത്തിൽ ആൽബിൻ സാജു 1000 ഏക്കർ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് കഴിഞ്ഞ രാത്രി ആനയെ കാണുന്നത്. ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് തൊട്ടുമുന്നിൽ ആനയുണ്ടെന്ന് മനസ്സിലായത്. തുടർന്ന് തിരിഞ്ഞോടുകയും തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടുകയുമായിരുന്നു. കൈതച്ചാൽ വനമേഖലയിൽ നിന്നെത്തുന്ന ആനയെ തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ്, ട്രെഞ്ച് എന്നിവയടക്കം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ആനയെ കൺമുന്നിൽ കണ്ട ആൽബിൻ സാജു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ രാത്രി 9:30ഓടെയാണ് സംഭവം. സൗത്ത് കത്തിപ്പാറ പെരുന്നിലത്തിൽ വീട്ടിൽ ആൽബിൻ സാജു 1000 ഏക്കർ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് സൗത്ത് കത്തിപ്പാറയിലെ വീട്ടിലേക്ക് മടങ്ങവെയാണ് വീട്ടിലേക്കുള്ള വഴിയിൽ ആനയെ കാണുന്നത്. കമ്പൊടിക്കുന്ന ശബ്ദം കേട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് തൊട്ടടുത്ത് ആനയുണ്ടെന്ന് അറിയുന്നത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായതെന്നും ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു ലഭിച്ചതെന്നും ആൽബിൻ പറഞ്ഞു. ഈ സ്ഥലം സൗത്ത് കത്തിപ്പാറാണ്. ഇന്നലെ രാത്രി 9ഓടെ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു ആനയെ കണ്ടത്. വീട്ടിലേക്ക് അറിയുന്ന വഴിക്കായിരുന്നു ആന നിന്നത്. ആനയുടെ തൊട്ടടുത്തിട്ട് ചെന്നായിരുന്നു. ആന കമ്പൊടിക്കുന്ന ഒച്ചയായിട്ട് നോക്കിയപ്പോഴാണ് ആനയെ കണ്ടത്. അതോടെ തിരിച്ചോടിക്കുകയും ഭാഗ്യം കൊണ്ടാണ് ജീവൻ കിട്ടുകയും ചെയ്തത്. അതോടെ ഇവിടെ താഴെ ഓടിയാണ് താഴെ വീട്ടിൽ ചെന്നിരുന്നത്. അവിടെ വീട്ടിൽ വീട്ടിൽ പോകുമ്പോൾ പേടിയായതുകൊണ്ട് ഫോറസ്റ്റ് ആൾ വിളിച്ചു വരുത്തി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വന്നാണ് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടത്. ഇപ്പോൾ ട്രെഞ്ച് ഫെൻസിങ് ഒന്നും ഇല്ല. അത് ഇവർ ചെയ്യാതെ ഇത് ചെയ്തിട്ടൊന്നുമില്ല. അത് പെട്ടെന്ന് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ്. ആനയെ കണ്ട ഉടൻ ആൽബിൻ തിരിഞ്ഞോടുകയും അടുത്തുള്ളൊരു വീട്ടിൽ അഭയം തേടുകയുമായിരുന്നു. പിന്നീട് വനം വകുപ്പിനെ വിവരമറിയിക്കുകയും 2 മണിക്കൂറിന് ശേഷം വനം വകുപ്പ് സ്ഥലത്തെത്തി ആൽബിനെ 11:30ഓടെ സ്വന്തം വീട്ടിലെത്തിക്കുകയായിരുന്നുവെന്നും ആൽബിൻ പറഞ്ഞു. പ്രദേശത്തെ കൃഷിദേഖണ്ഡങ്ങളെല്ലാം ആന നശിപ്പിച്ച നിലയിലാണ്. കൈതച്ചാൽ വനമേഖലയിൽ നിന്ന് ഈ ഭാഗത്തേക്കെത്തുന്ന ആനയെ തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ്, ട്രെഞ്ച് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർത്താൽ ആനശല്യം തടയാനാകും. ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഫെൻസിംഗ്, ട്രെഞ്ചടക്കം സ്ഥാപിക്കുവാൻ വനം വകുപ്പ് തയ്യാറാകണമെന്ന് ആനയുടെ കൺമുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട +2 കഴിഞ്ഞ് തുടർ പഠനത്തിനൊരുങ്ങുന്ന ആൽബിൻ സാജു ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.